വാഴ 2-ലെ അഭിനയത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എന്ന് നടിയും അമൃത TV കോമഡി മാസ്റ്റേഴ്സ് താരവുമായ അശ്വതി ചന്ദ് കിഷോർ. വാഴ 2-ന് ശേഷം കൂടുതൽ സിനിമകളിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അഭിനയമാണ് തനിക്ക് താല്പര്യമെന്ന് അശ്വതി ചന്ദ് അമൃത TVയോട് പറഞ്ഞു. വാഴ 2-ൽ ഹാഷിർ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായി വന്നുകൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് അശ്വതി ചന്ദ്. മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വാഴ 2 മികച്ച വിജയം നേടിക്കൊണ്ട് എൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സന്തോഷം? പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതിനപ്പുറം സന്തോഷമാണ്. വെറും വാക്കുകൾ കൊണ്ടൊന്നും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ്. ബിഗ് സ്ക്രീനിൽ ഇതിന് മുന്നേയും ഒരു 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പടത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ തന്നെയായിരുന്നു വാഴ 2-ൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പല രീതിയിലും പല മാധ്യമങ്ങളിലൂടെയും എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ അമൃത TVയുടെ കോമഡി മാസ്റ്റേഴ്സിലൂടെയാണ് രംഗപ്രവേശനം. പിന്നീട് ഇപ്പോൾ വലിയ രീതിയിലേക്ക് സിനിമയിൽ ഇപ്പോൾ ഒരു ശ്രദ്ധേയമായ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഭാവിയിലുള്ള സിനിമയും കാര്യങ്ങളൊക്കെ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം സീരിയലുകളിൽ നിന്നായിരുന്നു തുടക്കം. എൻ്റെ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവിടെ നിന്നാണ് ഒരു കോമഡി സ്കിറ്റുകളിലൂടെ പല ചാനലുകളിലെയും കോമഡി പരിപാടികളിലൂടെയാണ് സജീവമായിട്ട് നിന്നത്. ഇതിൻ്റെ ഇടയിൽ 1-2 പടങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമൃത TVയുടെ കോമഡി മാസ്റ്റേഴ്സിലാണ്. അതിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ ചെയ്യുന്നതും ഇപ്പോൾ അത് തുടർന്ന് വാഴ ചെയ്തതും. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. തുടർന്നുള്ള പ്രോജക്റ്റ് ഇപ്പോൾ അതിരടി എന്ന് പറയുന്നൊരു സിനിമ, ടൊവിനോ ബേസിലും കൂടിയിട്ടുള്ള അതിരടി എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരു കുഞ്ഞു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് കഥാപാത്രത്തിൻ്റെ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട്. എന്തൊക്കെയാണെങ്കിലും ഈ വാഴ 2 പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇത്രയും ആഴത്തിൽ പതിഞ്ഞു എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കോമഡി മാസ്റ്റേഴ്സ് പോലെയുള്ള കൂടുതൽ ആളുകളെ ചിരിപ്പിച്ച് നിന്നിരുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് ഹാഷിറിൻ്റെ അമ്മ എന്നുള്ളൊരു ശക്തമായ ഒരു കഥാപാത്രത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു ഒരു അഭിനേത്രി എന്നുള്ള രീതിയിലൊരു മാറ്റം? അത് കുറച്ച് പാട് തന്നെയായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഈ പറയുന്ന പോലെ നമ്മളെ കോമഡിയിലൊക്കെ കണ്ട് അതിലെ പെർഫോമൻസൊക്കെ കണ്ടാണ് ആളുകൾക്ക് എന്നെ പരിചയം കൂടുതൽ. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ തികച്ചും ഈ സ്കിറ്റുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരു ഷോട്ടിൽ പോലും നമ്മൾ ഒരു സ്കിറ്റ് കളിക്കുന്ന പോലെയാണ് ആ കുട്ടി അഭിനയിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സ്കിറ്റ് പോലെ ആയിപ്പോയി അഭിനയം എന്ന് പറയാൻ അങ്ങനെ പറയുന്നത് ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു തോൽവി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ആവാൻ പാടില്ല എന്ന്. പിന്നെ കൃത്യമായിട്ട് നമ്മുടെ വാഴ 2-ൻ്റെ ഡയറക്ടർ സവിൻ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാര്യം സവിൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ സവിനോട് ചോദിക്കും, സവിൻ ഞാൻ ചെയ്തത് ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ ചോദിച്ചു. കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത്. അപ്പോൾ അത് എന്താ പറയുക, അത് കൃത്യമായ അളവിൽ എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് അനുസരിച്ച് അഭിനയിക്കാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ്സ് നമ്മുടെ ഡയറക്ടർക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ വാഴ 2 ഭയങ്കരധികം മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റ് അടുത്ത സിനിമകളിലേക്കൊക്കെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ടോ? ഇപ്പം നിലവിൽ വേറെ ഒന്നിനും അങ്ങനെ എന്നെ വിളിച്ചിട്ടില്ല നിലവിൽ. പക്ഷേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ അറിയുന്നുണ്ട്. പിന്നെ ഇനി പുതുതായിട്ട് ഇവർ കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കാം വിളി വരുന്നതെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസമുണ്ട്, എനിക്ക് വിളിക്കും, ഇനിയും അവസരങ്ങൾ വരും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഈ വാഴ 2-ൻ്റെ വിജയം ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട്. ഈ എങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം? ഇതേപോലെ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഒരു ശക്തമായ കഥാപാത്രമായിട്ട് തുടരാനാണോ? എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എയിം, അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്നൊക്കെ പറയുന്നത് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് എന്ത് ക്യാരക്ടറും ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിപ്പോൾ ചിരിപ്പിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ കരയിപ്പിക്കുക എന്നുള്ളതിലുപരി കുറച്ച് മീൻസ്
എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേത്രി ആവണമെന്നാണ്. അപ്പോൾ ഇന്നത് എന്നുള്ളൊരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന കഥാപാത്രങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ മിനി സ്ക്രീനിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ഒരു വലിയ സിനിമയുടെ ഭാഗമാവാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ വാഴ 2 ഷൂട്ട് നടക്കുമ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇത്രയൊക്കെ? ഇല്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഈ മീഡിയയിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് എടുത്തു എന്നുള്ളതല്ലാണ്ട്, അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് മീഡിയം ആണെങ്കിലും, ഇപ്പോൾ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കോമഡി ഷോസ് ആയിക്കോട്ടെ, എനിക്ക് എന്താ പറയുക, എനിക്ക് അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് സിനിമയിലേക്ക് വരണം എന്നോ, പിന്നെ നമ്മളിത് ഗ്രാജുവലി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നൊരു സാധനമാണ്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. തുടക്കത്തിലൊന്നും അങ്ങനെ ചെയ്യണം എന്നൊന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഗ്രാജുവലി നമ്മുടെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ വന്നതാണ് ചെയ്യണം എന്നും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴാണെങ്കിലും ഏത് മീഡിയത്തിലാണെങ്കിലും അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏതായാലും വാഴ 2 വലിയ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്ന് സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും നമ്മോടൊപ്പം അശ്വതി ചന്ദാണ് നേരത്തെ അവരുടെ സിനിമ വിശേഷങ്ങളൊക്കെ എല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.